ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അഭിയാണെങ്കിലോ അഞ്ജുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ നീ കാര്യങ്ങൾ ചെയ്തോ, ശിവ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, വസുന്ധര ആൻറ്റി എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും എന്ന രീതിയിലൊക്കെ. അതിനുശേഷം തന്നെ വിവേകിനെയും വർഷേനെയും വിളിച്ചതിന് ശേഷം തന്നെ ഫോൺ കിട്ടുന്നില്ല. അതിനുശേഷം തന്നെ വിവേകാണെങ്കിലോ ഫോൺ റേഞ്ച് ഉണ്ടോ നോക്കുന്നുണ്ട്, റേഞ്ച് ഒട്ടും തന്നെ ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും, വീട്ടിലേക്ക് വിളിക്കാനായിട്ട് പറ്റുന്നില്ല. നമുക്ക് ഈ കാട്ടിൽ നമ്മൾ പെട്ടുപോയല്ലോ, ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ വഴി തെറ്റിയപ്പോൾ തന്നെ തിരിച്ചു പോകാമെന്ന്. വിവേക് അത് സമ്മതിച്ചില്ല. വിവേക് പിന്നെ ഇവിടെ അകപ്പെടുത്തിയതാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ദേ, അനാവശ്യം പറയരുത്, അങ്ങനെയാണെങ്കിൽ ശരിക്കും എനിക്ക് പെടുത്താൻ അറിയാം, പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇതെനിക്ക് പറ്റിപ്പോയി, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, ഇവിടെ റേഞ്ചും ഇല്ല. എന്നെ തനിക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട. അങ്ങനെ വർഷയാണെങ്കിലോ എനിക്ക് തൻ്റെ നല്ല വിശ്വാസമാണ് വിവേക്, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അങ്ങനെ വിവേക് എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ കാണുന്നുണ്ട്. അതിനുശേഷം തന്നെ ശിവയെ വിളിക്കുന്നുണ്ട് അഭി, പക്ഷേ ശിവയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം തന്നെ അഞ്ജുവിനെയും രാഹുലിനെയും വിവരം അറിയിക്കുന്നുണ്ട്. അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല അവൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. വർഷയും അതുപോലെ വിവേകേട്ടനെയും ഒറ്റയ്ക്ക് വയനാട്ടിൽ വിട്ടതാണ്. അവൾ അതും പറഞ്ഞിട്ടാണ് ദേഷ്യപ്പെട്ട് പോയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ വസുന്ധര ആൻറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും എന്നുള്ളത് ഞാൻ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴത്തേന് അഞ്ച് പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം ഞാനായിരുന്നു. വസുന്ധരാജിയെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് എനിക്കറിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോയി ശിവയെ തെരഞ്ഞുകൊണ്ട് നടക്കാം. അവളെ കണ്ടു കിട്ടുകയാണെങ്കിൽ നിന്നെ ഞാൻ വിളിച്ചോളാം, പെട്ടെന്ന് തന്നെ ചെയ്തോ, അല്ലെങ്കിൽ ആൻറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. അങ്ങനെ രാഹുലിനെയും കൂട്ടിക്കൊണ്ട് അഞ്ജു ശിവയെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശിവയെ വിളിക്കുന്നുണ്ട്, ശിവ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അതിനുശേഷം തന്നെ വിവേകും വർഷയും കൂടി അവിടേക്ക് ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്നു, അങ്ങോട്ട് എത്തുന്നുണ്ട്. അതിനുശേഷം തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ വൈഫിനെയും കൊണ്ട്. ഈ രാത്രി നിങ്ങൾ ഇവിടുന്ന് പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജോലി വരെ പോകും. കാരണം ഇനി വന്യജീവികളെല്ലാം തന്നെ ഇറങ്ങുന്ന ടൈമാണ്, ഈ സമയത്ത് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. വയ്യാത്ത ഈ വൈഫിനെയും കൊണ്ട് താൻ എന്തിനാ ഇത്രയും രാത്രി ഇത്രയും റിസ്ക് എടുക്കണമെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് തന്നെ വിവേക് വർഷയോട് പറയുന്നുണ്ട്, നമുക്കിന്ന് രാത്രി ഇവിടെ നിൽക്കാം, അല്ലാതെ ഇപ്പോൾ രക്ഷയൊന്നുമില്ല. കാരണം പോകാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കിവിടെ എവിടെയെങ്കിലും ഇരിക്കാനുള്ളൊരു സൗകര്യം കിട്ടുമെന്ന് നോക്കാം എന്നും പറയുന്നുണ്ട്. എന്നിട്ട് ആ ഫോണിൽ നിന്ന് നമുക്ക് വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കാം. അതിനുശേഷം തന്നെ അഭിയാണെങ്കിലോ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനാണെങ്കിൽ വസുന്ധര ആൻറ്റിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ആൻറ്റി, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ അഭി വക്കീലിന് പറയാനുള്ളത്? അത് എനിക്ക് കുറച്ച് വെള്ളം തരും ആൻറ്റി. ഇത് പറയാനാണോ വന്നത്? അല്ല, എന്നിട്ട് പറയാം. അങ്ങനെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആൻറ്റി ആകെ ടെൻഷൻ ആവരുത്, എല്ലാം സമീപനത്തിനോടുകൂടി കേൾക്കണം എന്ന രീതിയിൽ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ വിവേകിൻ്റെ കോൾ വരുന്നുണ്ട് കേട്ടോ, ആ ഓഫീസറിൻ്റെ ഫോണിൽ നിന്ന്. അതിനുശേഷം തന്നെ വിവേക് അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് വരാനായിട്ട് പറ്റില്ല. കാരണം ഇവിടുന്ന് രാത്രിയായി, ഞങ്ങൾക്ക് വഴി തെറ്റി. ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസിലാണ് ഉള്ളത്. അവിടെ ആണെങ്കിലോ ലേഡീസൊക്കെ ഉണ്ട്, ലേഡീസ് സ്റ്റാഫൊക്കെ ഉണ്ട്. വർഷയും അമിതമാണ്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വന്നാൽ പോലെ. എടാ, 2 പെൺകുട്ടികളും വെച്ച് എത്ര സുരക്ഷിതം ഉണ്ടെങ്കിലും നീ അവരെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം 2 പേരെയെന്ന് വിവേക് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. നീ വർഷമോൾക്ക് ഫോൺ കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ വർഷ സംസാരിക്കുന്നുണ്ട്. ആൻറ്റി, ഞങ്ങൾക്ക് വഴി തെറ്റി, അതാണ്. സാരില്ല മോളെ, പിന്നെ അഞ്ജുവിനെ വയ്യാന്ന് പറഞ്ഞു. അഞ്ജുവിന് അവളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, പിന്നെ നിങ്ങൾ സ്വയം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശരി ആൻറ്റി, നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ. അബിക്ക് എന്താണ് പറയാനുള്ളത്? അത് പിന്നെ ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആകെ പ്രശ്നത്തിലാവും. വേണ്ട, അവർ വന്നിട്ട് അവർ നേരിട്ട് പറയട്ടെ. ഇനി വരാനുള്ളതൊക്കെ നേരിട്ട് തന്നെ വരട്ടെ, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാണ്. അതിനുശേഷം തന്നെ വസുന്ധരയോട് അഭി പറയുന്നുണ്ട്, അല്ല ഇപ്പോൾ വർഷം വിളിച്ചല്ലോ, അവർക്ക് ഇന്ന് വരാൻ പറ്റില്ല എന്ന്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണോ നീ ഇത്രയും ബുദ്ധിമുട്ടിയത്? നിൻ്റെ ഒരു കാര്യം ശരി ആൻറ്റി, പോട്ടെ എന്ന് പറഞ്ഞ് പോന്നു. അതിനുശേഷം തന്നെ വീണ്ടും തന്നെ വർഷയും അതുപോലെ തന്നെ വിവേകം കൂടി ആ സ്ഥലത്ത് എത്തുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഇവിടെ ഇരിക്കാൻ മാത്രമേ സ്ഥലമുള്ളൂ, ഇവിടെ കിടന്നുറങ്ങാനൊന്നും സ്ഥലമില്ല. എന്തായാലും നമുക്ക് ഇവിടെ ഇരുന്ന് അങ്ങ് നേരം വെളുപ്പിക്കാം. കുറച്ച് കഴിയുമ്പോൾ അറിയാം, നല്ല തണുപ്പ് വരും. ഇപ്പോഴത്തെ പോലെയല്ല. കുറച്ച് തീയൊക്കെ കൂട്ടി നമുക്ക് സന്തോഷത്തോടുകൂടി ആട്ടും പാട്ടൊക്കെ ആയിട്ട് ഇരുന്നാലോ? എന്നാൽ പിന്നെ കാടിറങ്ങി ആന ഇങ്ങോട്ട് വന്നോളും എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അയ്യോ, ആനയൊക്കെ വരൂ, പിന്നെ അല്ലാണ്ട്. അങ്ങനെ തന്നെ ആ ഒരു ആനയുടെ ചിഹ്നവിളി കേൾക്കുമ്പോഴത്തേനും വിവേക് ആകെ പേടിച്ച് വർഷയുടെ അടുത്തേക്ക് ചെല്ലുന്നു കേട്ടോ. അപ്പോഴത്തേനും തനിക്ക് ശരിക്കും പേടിയാണോ അതോ എന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എടോ, എനിക്ക് പേടിയായിട്ട് തന്നെ. അപ്പോൾ കുറച്ച് നാമജപമൊക്കെ നടത്തുന്നുണ്ട് വിവേക്. ഇത് ശരിക്കും പേടിയാണ്. നിങ്ങൾ
ഇയാൾ ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞയച്ചിരിക്കുന്നത് ആൻറ്റി? ഇപ്പം ഞങ്ങൾ നിന്നെ നോക്കേണ്ട ഒരു അവസ്ഥയായാലും വിവേക് എന്ന രീതിയിലൊക്കെ വർഷ പറയുന്നുണ്ട് കേട്ടോ. തൻ്റെ ഒരു പേടി, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ വെറുതെ അഭിനയിച്ചതാണ്. ഇവിടെ കറണ്ട് കൊടുത്തിട്ടുണ്ടാവും, അവിടെ നിന്ന് ഇങ്ങോട്ട് ആനയ്ക്കൊന്നും വരാൻ സാധിക്കില്ല എന്നും പറയുന്നുണ്ട്. ആഹാ, അങ്ങനെയാണോ? അപ്പോൾ വിവേകിന് കുറച്ച് ധൈര്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഏത് ആനയും പുലിയും വന്നാൽ ഞാൻ നേരിട്ടോളാം എന്നും പറയുന്നുണ്ട്. ആ സമയത്ത് എന്താ ഒരു കടുവ എന്ന രീതിയിലൊക്കെ പറയുമ്പോഴത്തേനും അപ്പോൾ തന്നെ പേടിച്ച് വർഷയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇത് കാണുന്ന വർഷയ്ക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. വിവേകൻ തന്നെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ രാഹുലും മഞ്ജുവും കൂടി അതുപോലെ തന്നെ ശിവയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം തന്നെ അഭി വിളിക്കുന്നുണ്ട് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട്. എടോ ഇവിടെ ഒന്നും കാണാനില്ല, പിന്നെ തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രാഹുലിൻ്റെ ഫോണിലേക്ക് വിളിച്ചത് മതി, എൻ്റെ ഫോണിൽ നിന്ന് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എല്ലായിടത്തും തിരഞ്ഞു നോക്കുമ്പോൾ കാണുന്നില്ല. പിന്നീട് ശിവയാണെങ്കിലോ റോട്ടിൽ വണ്ടി കാത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ രണ്ട് ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നുണ്ട്. അതായത് അവർ ആ പെൺകുട്ടിയുടെ പോയിട്ടുണ്ടായിരുന്നൊരു പയ്യനുണ്ടായിരുന്നല്ലോ, ആ ഒരു പയ്യനാണ് കേട്ടോ. അയാളാണെങ്കിലോ അവളല്ലേ, ഇവളാണ് ഞങ്ങളുടെ ന്യൂസ് എല്ലാം പിടിച്ചത്, ഇവൾക്ക് ഞാൻ ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ശിവയെ അങ്ങ് ആക്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കൊതറി ഓടുന്നുണ്ട്. ആ സമയത്താണ് അങ്കിത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓടി വന്ന് ശിവയെ രക്ഷിക്കാനായിട്ട് അങ്കിത് ശ്രമിക്കുന്നു. എന്താ പെൺകുട്ടികൾ വേണോ ഈ യുദ്ധം, ആണുങ്ങൾ തമ്മിലായിക്കൂടെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ നീ വാടാ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ രണ്ടുപേരും കൂടി പരസ്പരം അടി കൂടുന്നുണ്ട്. അങ്ങനെ ഗുണ്ടകളെയൊക്കെ തല്ലി അങ്കിത് ഓടിക്കുന്നുണ്ട്. ആ സമയത്ത് ശിവയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്കിത്. ശിവയ്ക്ക് അങ്കിതിനെ കാണുമ്പോൾ ആകെ ടെൻഷനായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. നാളത്തെ എപ്പിസോഡായിട്ട് കാണാം കേട്ടോ.